ഇന്ത്യൻ സിനിമയിൽ ഒരേയൊരു ഉലകനായകനേയുള്ളൂ. അത് കമൽഹാസനാണ്. വേറിട്ട സിനിമകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, ചിന്തകളിലൂടെ, നിലപാടുകളിലൂടെ കമൽ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്തിടെ പുറത്തുവന്ന കമലിന്റെ വിക്രം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി. സിനിമയിൽ കമലിന്റെ കാലം കഴിഞ്ഞു എന്ന് വിമർശിച്ചവർക്കുള്ള മറുപടിയായിരുന്നു വിക്രം. സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കമലിന് പക്ഷേ രാഷ്ട്രീയത്തിൽ കൈപ്പൊള്ളി. കമലിന്റെ മക്കൾ നീതി മയ്യം നടുക്കടലിലാണ്. ഏതെങ്കിലും കരയ്ക്കെത്തിക്കാൻ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ കമലിനു കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമാകാൻ കമലിനു കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിൽ വേറിട്ട കാഴ്ചപ്പാടുള്ള കമൽ ഒരിക്കലും BJP സഖ്യത്തിന്റെ ഭാഗമാകില്ല. രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവുമായി അടുത്തു നിൽക്കുന്ന കാഴ്ചപ്പാടാണ് കമൽ സ്വീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തതോടെ കമൽ കോൺഗ്രസിനോട് അടുക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു. ഡൽഹിയിൽ രാഹുലിനൊപ്പം പദയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ കമലിന്റെ പാർട്ടി DMK സഖ്യത്തിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളാണ് നിറയുന്നത്. അഭ്യൂഹങ്ങൾക്കിടെ മക്കൾ നീതിമയ്യം പാർട്ടിയുടെ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയെ എതിർക്കുന്ന പാർട്ടികളുമായി രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കും മക്കൾ നീതിമയ്യം പ്രഖ്യാപിച്ചിരുന്നു. കോയമ്പത്തൂർ, മധുര, ദക്ഷിണ ചെന്നൈ എന്നീ 3 ലോക്സഭാ സീറ്റുകളിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ MNM മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മൊത്തം വോട്ട് വിഹിതത്തിന്റെ 3.43% മക്കൾ നീതിമയ്യം നേടിയിരുന്നു. ഈ സാഹചര്യത്തിൽ മറ്റ് പാർട്ടിയുമായി സഖ്യം ചേരുന്നത് കൂടുതൽ സീറ്റുകൾ നേടാൻ സഹായിക്കുമെന്നാണ് പാർട്ടി കരുതുന്നത്. 2024 തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 3 ലോക്സഭാ സീറ്റുകളെങ്കിലും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഒരിക്കലും BJPയുമായി സഖ്യമുണ്ടാകില്ലെന്ന് പാർട്ടി ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന DMKയുമായി മക്കൾ നീതിമയ്യം അടുക്കുന്നു എന്ന പ്രചാരണം ശക്തമാക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും സഖ്യത്തിന്റെ ഭാഗമായില്ലെങ്കിൽ മക്കൾ നീതിമയ്യത്തിന്റെ ഭാവി ഇരുട്ടിലാകും. കമലിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും.